ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവർ നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ആമേൻ. 12. കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയില്ല. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കരങ്ങളിൽ ഞങ്ങളെ തന്നെ ഈ പ്രഭാതത്തിൽ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ മേലങ്ങടെ വചനം അയച്ച് ഞങ്ങളെ വിടുവിക്കുന്ന ദൈവം കൂടെയുള്ളതിനാൽ സ്തോത്രം. സകലത്തെയും സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ശുശ്രൂഷിക്കുന്ന അടിയനെയും കേൾക്കുന്നതിൻ്റെ ജനത്തെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വിശ്വസ്തകരത്തിൽ ഏൽപ്പിക്കുന്നു. സകലതും അങ്ങയുടെ ആത്മാവിനാൽ നയിക്കപ്പെടണം. ആത്മാവിനാൽ ആരംഭിച്ചത് ആത്മാവിനാൽ പൂർത്തീകരിപ്പാൻ വചനമായി ചങ്ങ് ഞങ്ങളെ വിടുവിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, അവരോ ലോകത്തിൽ ഇരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്ന വാക്കുകളാണിത്. ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന മണ്ഡലം, കർത്താവ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ, അതൊക്കെ ദൈവസന്നദ്ധയിൽ നമ്മളുടെ മേൽ ദൈവം കൈമാറിയിരിക്കുന്ന വലിയ ദൗത്യമാണ്. സ്തോത്രം. നമ്മളെയും കൊണ്ട് ദൈവത്തിന് വലിയ ദൗത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യണം. നമ്മളെയും കൊണ്ട് ദൈവത്തിന് വലിയ ദൗത്യമുണ്ട്. ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറയുകയാണ്, നിങ്ങളെ കൊണ്ട് ദൈവത്തിന് വലിയ ദൗത്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പിശാച് നമ്മളെ എങ്ങനെയും അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തുവാൻ നോക്കുന്ന മണ്ഡലങ്ങൾ എന്തുകൊണ്ടാണ്? ദൗത്യം നിറവേറാതിരിക്കേണ്ടതിന് പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് നോക്കി നടക്കുകയാണ്. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? പത്രോസിനോട് പറഞ്ഞ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു. സ്തോത്രം. എന്തുകൊണ്ടാ? നിനക്കൊരു ദൗത്യമുണ്ട്. പറഞ്ഞാട്ടെ, ഒരു ദൗത്യമുള്ളത് കൊണ്ട് പത്രോസിനോട് ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, പതറ് പോലെ നിന്നെ പാറ്റേണ്ടതിന് പിശാചനോട് അനുവാദം ചോദിച്ചു. പക്ഷെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ? ഒരു ദൗത്യമുണ്ട്. പ്രതികൂലം നമ്മളെ ആഞ്ഞടിച്ചു, പക്ഷെ നമ്മൾ നിലനിന്നത് എന്തുകൊണ്ടാ? ദൗത്യമുണ്ട്. ഹല്ലേലൂയ. ദൗത്യം, നമ്മളെക്കുറിച്ചുള്ള ദൈവിക ദൗത്യം എപ്പോൾ നിറവേറുമോ അതിനുശേഷം ദൈവത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മളെ ആക്കിയിരിക്കുന്ന ദൗത്യം വലുതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. യേശു പറഞ്ഞു, എൻ്റെ സമയം തീരാറായി, ഞാൻ പോകുന്നു, എന്നാൽ ഞാൻ ആരെ അയക്കും? നല്ല കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ അയക്കും. നിങ്ങൾ എവിടെ കാത്തിരിക്കണം? യെരൂശലേമിൽ കാത്തിരിക്കണം. എന്തിനാ? ഒരു ദൗത്യം നിറവേറുവാനുണ്ട്. അത്തരം തുറന്ന് സ്തോത്രത്തോടെ പറഞ്ഞാട്ടെ, ഒരു ദൗത്യം നിറവേറുവാനുള്ളതിനാൽ സ്തോത്രം. ആമേൻ. ദൈവിക ദൗത്യങ്ങൾ നമ്മളിലേക്ക് ദൈവം കൈമാറുമ്പോൾ, when God imparts his calling and his purpose upon our life, ആ ദൈവിക ദൗത്യം നമ്മളിലേക്ക് കൈമാറുമ്പോൾ നമ്മൾ വിചാരിക്കില്ല, അതെ നമുക്ക് വലിയ ദൗത്യം, ഭൂമിയിലുള്ള ദൗത്യങ്ങളുണ്ട്. എന്താണ്? ഒരു അപ്പന് മക്കളോടുള്ള ദൗത്യമുണ്ട്, ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള ദൗത്യമുണ്ട്, ഒരു മകൻ അപ്പനോടും അമ്മയോടും ഉള്ള ദൗത്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും സൊസൈറ്റിയിൽ നമുക്ക് എന്തുണ്ട്? ദൗത്യമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി വിളിച്ച ദൈവത്തോട് നമുക്ക് എന്തുണ്ട്? ഒരു ദൗത്യമുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് 12-ാം വാക്യത്തിൽ വരുമ്പോൾ, അവരോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്നു, നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൗത്യമുള്ള ജനത്തെ ദൈവം എന്ത് ചെയ്യും? കാക്കും. ആമേൻ. ഈ കാവൽ വെച്ചിരിക്കുന്ന ദൈവം, സ്തോത്രം. നമ്മൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ ആവശ്യമില്ലാത്തവർ വന്നാൽ നിങ്ങൾ പ്രവേശിപ്പിക്കാൻ അനുവദിക്കുമോ? ഇല്ല, അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഭവനത്തെ കാക്കും. അത് നിങ്ങളുടെ ദൗത്യമാണ്. നിങ്ങളെക്കാൾ ബലവാൻ വന്നാൽ പോലും നിങ്ങളുടെ അവസാന ആരോഗ്യത്തിൻ്റെ അവസാന ശക്തി ഉപയോഗിച്ച് നീ അവരെ എതിർക്കും. ഇല്ലേ? ആണോ അല്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ എതിർക്കും. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ദൗത്യമാണ്. നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ദൗത്യമാണ് ദൈവം നമ്മളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളായിരിക്കും ഇതൊക്കെ എവിടെ വചനത്തിൽ കിടക്കുന്നതെന്ന് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിനകത്ത് ഹല്ലേലൂയ ദൈവം നിങ്ങളെ കാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ.
അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ദൈവം എന്ത് ചെയ്യുന്നു? അവൻ നമുക്ക് മുമ്പാകെ കടന്നു പോകുന്ന ദൈവമാണ്, അല്ലേ? നമ്മുടെ ദൗത്യം നിറവേറണമെങ്കിൽ നമ്മൾ പോകുന്നതിന് മുന്നേ ആര് പോകണം? ദൈവം പോകണം. ബിഫോർ വി ഗോ, ഗോഡ് ഹാസ് ടു ഗോ ബിഫോർ അസ്. എല്ലാ ദൗത്യങ്ങളുടെയും പൂർത്തീകരണം ദൈവമാകയാൽ, യേശുവിനാൽ, പരിശുദ്ധാത്മാവിനാകയാൽ നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും, കർത്താവേ ഞാൻ പോകുന്നിടത്ത്, ഞാൻ പോകുന്നതിന് മുന്നേ അങ്ങ് അവിടെ ചെല്ലണം. ഒരു ദൗത്യം നിറവേറാനുള്ളതിനാ സ്തോത്രം. ഈ ദൈവിക പദ്ധതിക്കകത്ത് ദൈവം വെളിപ്പെടുന്നില്ലെങ്കിൽ അത്ഭുതം നടക്കത്തില്ല. നമ്മൾ കാര്യത്തിന് അവിടെ ഓടിച്ചെല്ലും, നമ്മൾ കാര്യങ്ങൾ പറയും, സംസാരിക്കും എന്നല്ലാതെ കാര്യമൊന്നും നിറവേറത്തില്ല. പക്ഷെ ഇവിടെ യേശു പറഞ്ഞു, സ്തോത്രം, ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. അപ്പോൾ ആരെക്കുറിച്ചാണ് പറഞ്ഞു? യൂദയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്, കർത്താവിനെല്ലാം അറിയാം. സ്വർഗത്തിലെ ദൈവത്തിന് എന്താ അറിയാം? എല്ലാം അറിയാം. യേശുവിന് അറിയാത്ത വല്ല കാര്യമുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. അല്ലേ, നമ്മൾ അടുത്ത് കിടക്കുന്ന സ്വന്തം ഭാര്യയ്ക്ക് അറിയാത്ത രഹസ്യം, ആമേൻ, ഭർത്താവിന് അറിയുന്നതും ഭാര്യയ്ക്ക് അറിയാത്തതും, ഭാര്യയ്ക്ക് അറിഞ്ഞതും ഭർത്താവിന് അറിയാത്തതും ആർക്കറിയാം? യേശുവിനറിയാം. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും, കുടുംബജീവിതത്തിൽ നിരപ്പുള്ള കുടുംബജീവിതം നടത്തിയേ പറ്റത്തുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തോ ഉണ്ടാകാൻ പാടില്ല? രഹസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. രഹസ്യം എവിടെ ഉണ്ടോ അവിടെ ആര് കടന്നു ചെല്ലും? പിശാച് കടന്നു ചെല്ലും. സ്തോത്രം പറഞ്ഞിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ രഹസ്യങ്ങളുണ്ടെങ്കിൽ അത് ആർക്കുള്ള ഇടമാ? പിശാചിന് കടക്കാനുള്ള ഇടമാ. ഹല്ലേലൂയ. നമ്മളുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ആമേൻ, കുടുംബം കർത്താവിൻ്റെതാണ്. ഇതിൻ്റെ നടുവിൽ കർത്താവ് ഇറങ്ങി വരണമെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്താ വേണം? രഹസ്യം പാടില്ല. കർത്താവിനെ പോലെ അതിനോട് ചേർന്ന് നിൽക്കുന്ന മൂന്നാമനായ കർത്താവ് കുടുംബജീവിതത്തിൽ ഇറങ്ങി വരണമെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ രഹസ്യങ്ങൾ പാടില്ല. അവർ വിശ്വസ്തരായിരിക്കണം. യു നീഡ് ടു ബി ഫെയ്ത്ത്ഫുൾ ടു വൺ അനദർ. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വിശ്വസ്തരായിരിക്കണം. ഈ വിശ്വസ്തതയ്ക്കകത്ത് നമ്മൾ മനസ്സിലാക്കണം, യേശുവിന് 12 ശിഷ്യന്മാരുണ്ട്. 11 പേരും വിശ്വസ്തരായിരുന്നു. ഒരുവൻ എന്തല്ലായിരുന്നു? വിശ്വസ്തനല്ലായിരുന്നു, അല്ലേ? 12 ശിഷ്യന്മാർക്കും ദൈവം ഓരോ ദൗത്യം ഏൽപ്പിച്ചു. അതിൽ ഒരു ശിഷ്യൻ എന്തായിരുന്നു? അവൻ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന സമ്പത്തിൽ അവൻ വിശ്വസ്തനല്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങളെ ആമേൻ മക്കളായി നിങ്ങൾ ജനിപ്പാൻ, നിങ്ങളുടെ യു ആർ ബോൺ അൺ ടു എ ഫാമിലി. അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം ഞാൻ ഇംഗ്ലീഷിൽ പറയട്ടെ. ഐ മീൻ, യു ആർ ബോൺ അൺ ടു എ ഫാമിലി വിച്ച് യു കുഡ്ന്റ് സെലക്ട്, ഓൺലി ഗോഡ് കുഡ് സെലക്ട്, അല്ലേ? യു കുഡ്ന്റ് സെലക്ട് വേർ യു കുഡ് ബി ബോൺ, അല്ലേ? ആ വീട്ടിൽ ജനിക്കാമെന്നൊന്നും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൻ അനുവദിച്ചത്. അപ്പോൾ ഇഫ് യു ബോൺ ഇൻ എ ഫാമിലി, ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദാറ്റ് ഫാമിലി. നിങ്ങളുടെ സാഹചര്യം, വേറൊരുവന് റോൾസ് റോയ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കത് വേണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബി ഫെയ്ത്ത്ഫുൾ അൺ ടു വാട്ട് ഗോഡ് ഹാസ് ഗിവൺ യു. ദൈവം നോക്കുന്നതിൻ്റെ വിശ്വസ്തതയാണ്. ഗോഡ് ലുക്സ് അൺ ടു യുവർ ഫെയ്ത്ത്ഫുൾനെസ്. ആമേൻ. നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരാണോ? നിങ്ങളുടെ കുടുംബത്തോട്, നിങ്ങളുടെ അപ്പനോ അമ്മയോട് നിങ്ങൾ വിശ്വസ്തരാണോ? ആമേൻ. ആ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ മാനിക്കാതിരിക്കത്തില്ല. ഗോഡ് വിൽ ബ്ലസ് യു. ആമേൻ. നമുക്കെല്ലാം ഒന്നും മേടിച്ചെടുക്കാനുള്ള പൈസയൊന്നും കാണത്തില്ലായിരിക്കും അപ്പനും അമ്മയ്ക്കും. പക്ഷെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉറപ്പ് വേണം, നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്തത് എൻ്റെ സ്വർഗത്തിലെ അപ്പനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആ അപ്പനിൽ ആശ്രയിക്കാൻ പഠിച്ചാൽ ദൈവം നിങ്ങളെ മാനിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും. ആമേൻ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മനസ്സിലാക്കണം വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ് അൺ ടു വാട്ട് ഗോഡ് ഹാസ് ഗിവൺ us. സോ ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:12 സ്തോത്രം, ഒരുവൻ 2 തലമുറകൾ ജനിച്ചു. ആരാ? കയീനും ആബേലും. ഒരു അപ്പനും അമ്മയ്ക്കും 2 തലമുറ, കയീനും ആബേലും. വായിച്ചോട്ടെ, 1 യോഹന്നാൻ 3:12. കയീൻ ആമേൻ. ആ കയീനിന്റെ പ്രവൃത്തി എന്തുവായിരുന്നു? എല്ലാം ദോഷമായിരുന്നു. He did not out of willingness but out of competition. ആമേൻ. ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും ആരെയും തഴം താക്കാനല്ല, ദൈവത്തോടുള്ള വിശ്വസ്തതയായിരിക്കണം. സ്തോത്രം, അല്ലേ? ഞാൻ ദശാംശം കൊടുക്കുന്നത് ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയല്ല, ദൈവം എന്നെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ദൈവത്തിന് കൊടുക്കുന്നത്, അല്ലേ? അല്ല, ഞാൻ അനുഗ്രഹിക്കപ്പെടാനല്ല കൊടുത്തത്.
സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഹല്ലേലൂയ, ബിക്കോസ് ഓഫ് ഹിസ് വർക്ക്സ് വെയർ ഈവിൾ. ആമേൻ. അവന്റെ സ്വന്തം പ്രവൃത്തി എന്താണ്? ഹല്ലേലൂയ, ദോഷമായിരുന്നു. പക്ഷെ സഹോദരന്റെ പ്രവൃത്തിയിൽ ദൈവം നീതിമാനായി കണ്ടു, നീതി എന്ന് കണ്ടു. സോ ഫോർ ഓൾ യുവർ വർക്ക് ദാറ്റ് യു ഡു, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കകത്തും ദൈവം എന്താ കാണുന്നു? നീതിയുടെ പ്രവൃത്തി കാണുന്നു. നീ ഒരുവനെ സഹായിക്കുന്നത്, നീ ഒരുവനെ ആശ്വസിപ്പിക്കുന്നത്, നീ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നീ ഒരുവനെ താങ്ങുന്നത്, നീ ഒരുവനെ സഹായിക്കുന്നത്, നല്ലൊരു വാക്ക് പറയുന്നതൊക്കെയും ദൈവം എന്തായി കാണുന്നു? നല്ലതെന്ന് കാണുന്നു, നീതി എന്ന് കാണുന്നു. നിനക്ക് അർഹതായത് നിനക്ക് നഷ്ടപ്പെട്ടാലും നീ വേറൊരുവനെ അനുഗ്രഹിക്കാൻ തയ്യാറാകുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ നീതിമാനായ ദൈവമാണ്. അവൻ നീതിയോടെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ആരൊക്കെ നിനക്കെതിരെ ഏതൊക്കെ വാതിലടച്ചാലും ഒരു കാര്യത്തെക്കുറിച്ച് നിനക്ക് ഉറപ്പ് വേണം, സ്വർഗത്തിലെ അപ്പൻ എനിക്ക് നീതിയോടെ വെളിപ്പെടുന്ന ദൈവമാകയാൽ സ്തോത്രം. അപ്പോൾ ആമേൻ, സ്തോത്രം. ദൈവസന്നിധിയിൽ മനസ്സിലാക്കണം, വരുന്ന കാലത്തും ആമേൻ, ഹല്ലേലൂയ. 2 തെസ്സലോനിക്കരുടെ പുസ്തകം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലും ഇതേ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? 2 തെസ്സലോനിക്കർ 2-ന്റെ 2, 3, 4 വാക്യങ്ങൾ, അല്ലെ 2, 3 വായിക്കാം. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോകുകയും അരുത്. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധമമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അപ്പോൾ ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയത് യൂദയെ കുറിച്ചല്ല, വരുവാനിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ്. ഒരു ക്ലാരിഫിക്കേഷൻ, അന്തിക്രിസ്തു ഇല്ല, എന്തേ ഉള്ളൂ? എതിർ ക്രിസ്തുവേ ഉള്ളൂ. വരുവാനിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവിടെ ആമേൻ തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നു, നാശയോഗ്യം ആയവനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ എന്തു ചെയ്യും? വിശ്വാസത്തെ ത്യജിച്ച് കളയും. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ നീതീകരണത്തെ തള്ളിക്കളഞ്ഞ് സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, അവൻ വീണ് തുടങ്ങിയിരിക്കുന്നു എന്ന്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള നീതീകരണം ഏറ്റവും ശ്രേഷ്ഠമെന്ന് നമ്മൾ കാണുമെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളല്ല, കർത്താവാണ് നമ്മളെ നീതീകരിച്ചവൻ. ആ നീതീകരിച്ചവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് മനുഷ്യനും നമ്മളെ വിധിക്കട്ടെ, ഏത് മനുഷ്യനും നമ്മളെ എതിർക്കട്ടെ, ഏത് മനുഷ്യനും നമുക്കെതിരെ എഴുന്നേറ്റ് വരട്ടെ, ആമേൻ, ഹല്ലേലൂയ, നീതിമാനായ ദൈവം ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി നീതി പ്രവർത്തിക്കുന്ന ദൈവമുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ആമേൻ. നിന്നോടുകൂടി നടന്നവരും നിന്നോടുകൂടി ഇരുന്നവരും നിന്നോടുകൂടി യാത്ര ചെയ്തവരും പലതും കാണും. പക്ഷെ ദൈവത്തോടു കൂടി നീ നടന്നാൽ അവൻ നിന്നെ, ഹി വിൽ ടേക്ക് യു പ്ലേസസ്. നിന്നോടുകൂടെ നടന്നവനും നിന്നോടുകൂടെ ഇരുന്നവനും നിന്നോടുകൂടി അത്താഴം കഴിച്ചവനും ഈ ഭൂമിയിൽ നിന്ന് മാറിപ്പോയാലും നീ ദൈവത്തോടു കൂടെ നടക്കുമെങ്കിൽ അവൻ നിന്നെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവൻ നിന്നെ എത്തിക്കേണ്ട തുറമുഖത്ത് എത്തിക്കും. അവൻ നിന്നെ ഇരുത്തേണ്ട കസേരയെ കൊണ്ടൊന്ന് ഇരുത്തും. അവൻ നിന്നെ മാനിക്കേണ്ട അടുത്ത് നിന്നെ കൊണ്ടൊന്ന് മാനിക്കും. എന്തുകൊണ്ടാ? അധർമ്മത്തിലല്ല വിശ്വസിക്കുന്നത്, ക്രിസ്തുവിലുള്ള നീതീകരണത്തിലാണ് നീ വിശ്വസിക്കുന്നത്. When you believe in the righteousness of God, ക്രിസ്തുവിലുള്ള നീതീകരണത്തിൽ നീ, പൗലോസിന്റെ ഭാഷ പറഞ്ഞ, ഞാൻ ക്രിസ്തുവിന്റെ നീതീകരണത്തിന്റെ ദാസനായിരിക്കുന്നു, അല്ലേ? I am a servant unto the Lord of righteousness. സ്തോത്രം. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3:6 ഇങ്ങനെ പറയുന്നത്, ഈ അധർമ്മമൂർത്തിയുടെ കാലം വീണു പോകുന്നവരുടെ സ്വഭാവം എന്താണ്? അവൻ കാഴ്ചയിലാണ് വീഴുന്നത്. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2:3-6. തിന്മാൻ നല്ലതും, ആ വൃക്ഷം തിന്മാൻ നല്ലതാ, കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ചിലതൊക്കെ കാണുമ്പോൾ നല്ലതാ, പക്ഷെ കാഴ്ചയിലല്ല ഇരിക്കുന്നത്, വിശ്വാസത്താലാണ് ഇരിക്കുന്നത്. ചിലതൊക്കെ കാഴ്ചയിൽ വളരെ നല്ലതായിരിക്കും, കാണുവാൻ നല്ലതായിരിക്കും, ആകർഷിക്കപ്പെടുവാൻ അത്രമാത്രം മനോഹരമായിരിക്കും. പക്ഷെ ഇതല്ല വേണ്ടിയത്. നമ്മളെ നീതീകരിക്കുന്നത് വിശ്വാസത്താലാണ്.
ആമേൻ. അബ്രഹാമും ലോത്തിനോടും അവരെ ഒന്നിച്ച് നടന്നു. അവരുടെ ജോലിക്കാർ ഷണ്ടയിട്ടപ്പോൾ, അല്ലെ അന്യോന്യം അവർ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാക്കിയപ്പോൾ അബ്രഹാം പറഞ്ഞു, അബ്രഹാമേ, ലോത്തെ, ആമേൻ, നീ തിരഞ്ഞെടുക്കുന്ന ദേശത്തേക്ക് നീ തിരഞ്ഞെടുക്കുക ഒരു ദേശം. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നീ ഇടത്തോട്ട് പോയാൽ ഞാൻ വലത്തോട്ട് പോകാം. ചിലതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സീസണാണ്. കാണാൻ ഇമ്പമുള്ള സ്ഥലത്തേക്ക് ലോത്ത് പോയെങ്കിൽ മരുഭൂമിയിൽ പോയാലും നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് അറിയണം. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിലനിൽക്കുമ്പോൾ മരുഭൂമിയിലും അവൻ നിനക്ക് വഴിയൊരുക്കുന്ന ദൈവമാണ്. വചനം വെറുതെ അല്ല എഴുതിയിരിക്കുന്ന. വചനത്തിലെ ഭക്തന്മാർ ഇതിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ അവരെ ദൈവം പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ വായിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീരുമ്പോൾ, സ്തോത്രം, നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് വരുന്നത് ആരെ ചേർക്കാനാ? തന്നിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരെ ചേർക്കാനാ. അന്ത്യകാല സംഭവങ്ങൾ, കർത്താവിൻ്റെ വരവിൻ്റെ കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ സഭ ഉണർന്നിരിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ, കാഹള ശബ്ദം കേൾപ്പാൻ സഭ ഉണർന്നിരുന്നേ മതിയാകൂ. ബിക്കോസ് ആമേൻ, കാലങ്ങളും സമയങ്ങളും മാറുമ്പോൾ ദൈവം അതിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന ദൈവം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ സീസണുകളെ ദൈവം ഓപ്പണാക്കി തരും. ദൈവത്തിൻ്റെ സീസൺ ദൈവം ഓപ്പണാക്കി തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിൽ കൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചതിനാ. ഈ സീസണിനകത്തു കൂടെ നമ്മളെ യാത്രയിലേക്ക് ദൈവം അയക്കുമ്പോൾ ദൈവം പറയും, നീ തീ കൂടെ കടന്നാലും അത് നിന്നെ ദഹിപ്പിക്കുകയില്ല, വെള്ളത്തിൽ കൂടെ കടന്നാലും അത് നിന്നെ കവിഞ്ഞൊഴുകുകയില്ല. ആ കർത്താവിൻ്റെ കരം നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അത്ഭുതമാക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ബിക്കോസ് വി വിൽ ടേസ്റ്റ് ആൻഡ് സീ ഹൗ ദ ലോർഡ് ഈസ് ഗുഡ്. ദൈവത്തെ രുചിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നമ്മളെ ഒരുക്കുന്ന ദൈവകൃപയ്ക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എബ്രായ ലേഖനത്തിൽ വരുമ്പോൾ, സ്തോത്രം, എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ആറിൻ്റെ 4 വായിക്കാം. ഒരിക്കൽ ദൈവത്തിൻ്റെ പിന്മാറിപ്പോകാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. അപ്പോൾ അന്ത്യകാലത്ത് എന്തു സംഭവിക്കാൻ സാധ്യതയുണ്ട്? പിന്മാറിപ്പോകുവാൻ. അന്നത്തെ കാലഘട്ടത്തിലോ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും എന്തുണ്ട്? പിന്മാറിപ്പോയവർ പലരുമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ പിന്മാറിപ്പോകുന്ന അനേകരുടെ ആമേൻ ഹല്ലേലൂയ ഈ കഥകൾ കേട്ടായിരിക്കും പൗലോസ് ഇത് എഴുതിയത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, പിന്മാറിപ്പോയവരുടെ കൂട്ടത്തിലല്ല വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ട ജനം. കർത്താവിനോട് കൂടെ നടക്കാൻ, ഏത് പ്രതിസന്ധിയിലും വില കൊടുക്കാൻ തയ്യാറായാൽ കർത്താവ് പറയും, ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഈ നമ്മൾ മനസ്സിലാക്കണം, അന്ത്യകാല സംഭവങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ ലോകം അതിൻ്റെ മോഹങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കും. ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് ജനം ഓടിക്കൊണ്ടിരിക്കും. സഭയിലുള്ള വിശ്വാസികളും ചിലപ്പോൾ ഓടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഉപദേശങ്ങൾ ഈ ഭൂമി വരും, അല്ലേ? പക്ഷെ ദൈവസന്നിധിയിൽ മനസ്സിലാക്കണം, കർത്താവിനെ കണ്ട് കർത്താവിൻ്റെ വചനത്തിനകത്ത് ഒരുവൻ നിൽക്കാൻ തയ്യാറാകുമ്പോൾ, വെളിപ്പാട് പുസ്തകം എന്തിനാ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത്? ഇതെല്ലാം ഒരു ചൂണ്ടുപലകയാണ്. അന്ത്യകാലത്ത് വരുവാനിരിക്കുന്നത് എന്തെന്നുള്ളതിൻ്റെ ചൂണ്ടുപലകയാണ് വെളിപ്പാട് പുസ്തകം. ഒരുവൻ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും, ഇതൊന്നും വായിച്ചാൽ എനിക്ക് മനസ്സിലാകത്തില്ല. അതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. നീ വായിക്കാതെ ഇരിക്കേണ്ടതിനാണ് പിശാച് നമ്മളുടെ മൂടുപടം ഇട്ടിരിക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മൂടുപടകളെ എടുത്തു കളഞ്ഞ് കർത്താവ് നമ്മളുടെ മേൽ ഒരു അധികം ബലം കൽപ്പിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ നമ്മളായിരിക്കും ഇതെന്താണ് ഇന്ന് പ്രസംഗിച്ച് വരുന്നതെന്ന്. ഞാൻ അതിലേക്ക് എത്താം. ബിക്കോസ് സഭ ഒരുക്കപ്പെടണം. എങ്ങനെ ഒരുങ്ങുന്നത്? അന്ത്യകാലത്തിന് വേണ്ടി സഭ ഒരുങ്ങിയില്ലെങ്കിൽ, ജനം ഒരുങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്തിനോട് യുദ്ധം ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതെന്ന് നമുക്ക് പോലും അറിയത്തില്ല. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടി ഒരുങ്ങുന്നത്? കർത്താവിൻ്റെ 2ാം വരവിന് വേണ്ടി ഒരുങ്ങുന്നത്.
ഈ പ്രഭാതത്തിൽ തിരിച്ചു പറയണം. ആമേൻ. ദൈവത്തോട് പറയണം, കർത്താവേ, ഞാൻ എന്തിനു വേണ്ടി ഒരുങ്ങണം? കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങണം. സോ കർത്താവ് ആദ്യം വന്നത് ആമേൻ പാപികളെ രക്ഷിക്കാനാണെങ്കിൽ, ആമേൻ ഇനിയും വരുന്നത് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനാ. കർത്താവിൽ ആശ്രയിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനാ യേശു വരുന്നത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് വരുന്നത് ആരൊക്കെ കാണും? മത്തായി സുവിശേഷം 24:30-31 വായിക്കാം. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും ആമേൻ പ്രലോഭിച്ചുകൊണ്ട്, ആമേൻ മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘത്തിന്മേൽ മഹാശക്തിയോടെ തേജസ്സോടുകൂടെ വരുന്നത് കാണും. എല്ലാ ജനവും കാണുകയും യേശു വരും. ആമേൻ. ആ വരവിന് വേണ്ടിയാണ് സഭ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ 31 വാക്യം, അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളദാനത്തോടുകൂടി അയക്കും. അവർ അവൻ്റെ വൃദ്ധന്മാരെ ആകാശത്തിൽ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. അപ്പോൾ ദൈവം തൻ്റെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ് ദൈവം എന്തിനെ നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാ ഞാൻ വായിപ്പിച്ചത്? ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആർ വി സീരിയസ് അബൌട്ട് ഇറ്റ്? നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവമുള്ളവരാണോ? നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രവൃത്തിയും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണോ, അത് ലോകത്തോടുകൂടെ നമ്മൾ അകപ്പെടുകയാണോ? സ്തോത്രം. സോ വെൻ ഗോഡ് കംസ്, ആമേൻ, യേശു വരുമ്പോൾ എടുക്കപ്പെടേണ്ടത് എന്തിനു വേണ്ടി? ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ 4 പ്രത്യേക മണ്ഡലങ്ങളുണ്ട്. 1 കർത്താവിൻ്റെ മടങ്ങി വരവ്. 2 ഹല്ലേലൂയ, ഇറ്റ് ഈസ് മഹോവിദ്രകാലം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദ ട്രിബുലേഷൻ പീരിയഡ്. ഈ ട്രിബുലേഷൻ പീരിയഡിൽ കൂടെ ആമേൻ ആരൊക്കെ കടന്നു പോകും? ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയണം, കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുന്ന ഒരു കൂട്ടം ജനമുണ്ട്. ഹല്ലേലൂയ. എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂടെ നമ്മളും ആയിരിക്കാൻ, നമ്മൾ ക്രിസ്തുവിൽ ആയിരിക്കേണ്ടതിന് അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മഹോവിതര കാലത്തിനകത്ത് വെളിപ്പാട് പുസ്തകം 13:5 വായിക്കാം നമുക്ക്. വെളിപ്പാട് പുസ്തകം 13:5 മുതലുള്ള വാക്യങ്ങൾ. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. So there is a period for this tribulation. 42 മാസം അല്ലെങ്കിൽ 3.5 വർഷം. മഹോവിതര കാലത്തിലെ ആദ്യത്തെ 7 മഹോവിതര കാലത്തിന്റെ സീസൺ അവർ തിയോളജിയൻസ് പറയുന്ന 7 വർഷമാണ്. നമുക്കറിയത്തില്ല 7 വർഷമാണോ 7 ദിവസമാണോ 7 ആഴ്ചയാണോ. യെസ്, അവർക്ക് പല വ്യാഖ്യാനങ്ങളുണ്ട്, അതിലേക്കൊന്നുമല്ല. ബട്ട് ദർ ഇസ് എ സീസൺ, അല്ലേ? എല്ലാത്തിനും എന്തുകൊണ്ട്? ഒരു സീസൺ ഉണ്ട്. ഈ മഹോവിതര കാലത്തിൽ കൂടെ സഭ കടന്നു പോകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നെ നോക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ പെടാതിരിക്കേണ്ടതിന് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ബിക്കോസ് കർത്താവ് വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ സഭ എടുക്കപ്പെട്ടേ മതിയാകും. അപ്പോൾ ഈ ദൈവത്തെ ദൂഷണം ചെയ്യുന്ന ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഹല്ലേലൂയ ദൈവം തൻ്റെ വിശുദ്ധന്മാരെ ആമേൻ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുവോളം നിന്നെ വേർതിരിക്കുന്ന ദൈവിക കരം ഇറങ്ങി വന്ന് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സോ ഈ മഹോവിതര കാലം വെളിപ്പെടുന്നതിന് മുന്നേ സഭ എടുക്കപ്പെടും. എന്തിനു വേണ്ടിയാ? തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരും. ഈ മഹോവിതര കാലത്തിൽ കൂടെ സഭ കടന്നു പോകുമോ? സ്തോത്രം. ഒരു കാര്യം ഉറപ്പാ, യേശുവിൽ വിശ്വസിക്കാത്തവരൊക്കെയും ഈ മഹോവിതര കാലത്തിൽ കൂടെ കടന്നു പോകും. പക്ഷെ യേശുവിൽ വിശ്വസിക്കുന്നവരോ അവനോട് ചേർക്കപ്പെടും. ഇതിനെ ഞാൻ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കട്ടെ. പ്രതികൂലം വരുന്നതിന് മുന്നേ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ യേശു നമ്മളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് ചിലതിനെ ചാടിക്കടക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുന്ന അനുഭവത്തിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. നമ്മൾ തീച്ചൂളെ കൂടെ കടക്കുമ്പോൾ, നമ്മൾ ഇതിനെ ഒരു സ്പിരിച്വൽ റെവലേഷനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പല പ്രതിസന്ധികൾ നമ്മൾ കാണുന്നവരാണ്. പക്ഷെ ഈ പ്രതിസന്ധിക്കകത്ത്, ഈ മഹോവിതരകാലം എന്ന് പറയുന്നത് പോലെ ഈ പ്രതിസന്ധിക്കകത്തുകൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത്. പോയാൽ നമ്മളെ ഇറങ്ങി പുറത്തു വരത്തില്ല. കർത്താവ് ഇതിൻ്റെ മീതെ കൂടെ നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ അവിടൊക്കെ വെളിപ്പെടുത്തുമ്പോൾ
നമ്മൾ മനസ്സിലാക്കണം, യേശുവിനോട് കൂടെ ചേർന്ന് നടക്കുന്ന ജനത്തിന് ദൈവം എന്ത് കൊടുക്കും? ഹല്ലേലൂയ, ദൈവം കൃപ നൽകുന്ന ദൈവമാണ്. സ്തോത്രം. സോ ഇവര് വമ്പ് പറയുന്നവരാണ്. 6-ാം വാക്യം അല്ല 7-ാം വാക്യം, വിശുദ്ധന്മാരോട് കൂടി അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരൊക്കെയും ഏത് കൂടെ കടന്നു പോകും? ഇതിനകത്തു കൂടെ കടന്നു പോകും. സ്തോത്രം. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരൊക്കെ നമ്മൾ ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കണം, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ കൃപ നൽകിയ കർത്താവിന് സ്തോത്രം ചെയ്യണം. ആമേൻ. എന്താണ് ഈ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ? നമ്മളെ കൃപയാലാണ് കർത്താവ് രക്ഷിച്ചെങ്കിൽ, കൃപയാലാണ് ഇതിനകത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നെങ്കിൽ, ഈ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ ദൈവം നമ്മളെ വിളിച്ചതിനകത്തുനിന്ന് സ്തോത്രം ദൈവം നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയുന്നത് സ്തോത്രം ഹല്ലേലൂയ, ഫിലിപ്പി ലേഖനം 4:3 ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, സാക്ഷാൽ ആമേൻ ഇണയായി അവർക്ക് സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ കർത്താവ് നമ്മളെ ഈ കൃപയ്ക്കകത്തേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ രക്ഷയുടെ അനുഭവം ഒരുവനകത്ത് കൊടുക്കുകയും അവൻ ക്രിസ്തുവിനെ ധരിച്ചവനായി തീരുക മാത്രമല്ല, ഈ കൃപയിൽ അന്ത്യം വരെ നിലനിൽക്കുന്നവന്റെ പേരെവിടെ എഴുതപ്പെടും? ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടും. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ സ്തോത്രം ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം 3:5 നമ്മൾ വായിച്ചത് ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3:5, അവർ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ജയിക്കുവാൻ ദൈവം കൃപ തരണം. വിഷയം കിടക്കുന്നത് അവിടെ. രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, ദൈവകൃപയിലേക്ക് വരുന്നത് ഒരനുഭവമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നത് ഒരനുഭവമാണ്. പക്ഷെ അതിൽ നിലനിൽക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ വിഷയം. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് അന്ത്യം വരെയും വിശ്വസ്തനായി നിൽപ്പാൻ മാത്രമല്ല, ജയിച്ചവനായി പുറത്തു വരണം. പ്രഭാതത്തിൽ ദൈവസ്വനതയിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മളെ ദൈവം ജയിച്ചവനെ പുറത്തു വരുത്തുവാനാണ് ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ജയിച്ചവനായി തീരുവാൻ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടി വരും. സർവായുധ വർഗം എന്നും ധരിച്ചേ മതിയാകൂ. കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെട്ടേ മതിയാകൂ. ആമേൻ. പിശാചിന്റെ വഴികളെയും പിശാചിന്റെ തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ, ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയിൽ ഒരുവൻ നിലനിൽക്കുവാൻ തീരുമാനമെടുത്തെങ്കിൽ ഒരു കാര്യം വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുക മാത്രമല്ല, അന്ത്യം വരെ വിശ്വസ്തനായി നിലനിന്ന് ഈ പിശാചിന്റെ തന്ത്രങ്ങളെ ജയിക്കുന്നവനാണ് കാഹളധ്വനിയെങ്കിൽ എടുക്കപ്പെടുന്നത്. വീണ്ടെടുക്കപ്പെടുവാൻ, കൃപയിലേക്ക് വരുവാൻ നമുക്ക് ദൈവം കൃപ നൽകിയെങ്കിൽ നമ്മുടെ മേൽ കൊണ്ടുവരുന്നൊരു വെല്ലുവിളിയെ അതിജീവിക്കുവാൻ യു നീഡ് ടു ബി ആൻ ഓവർകമ്മർ ഓഫ് എവറി പ്ലാൻസ് ആൻഡ് അറ്റാക്സ് ഓഫ് ദ ഡെവിൾ. ആമേൻ. നിന്റെ മുമ്പിൽ ഏത് വാതിൽ അടഞ്ഞാലും, ഏതൊക്കെ പ്രതിസന്ധി വന്നാലും നീ ജയിക്കുന്നവനായി പുറത്തു വരേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് തന്നിട്ട് പോകുന്നു. അല്ലെങ്കിൽ യേശു അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. യേശു പറഞ്ഞു, ഞാൻ നിനക്ക് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിന് പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ, ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ, നമുക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ വേണമെന്ന് നമ്മൾ ഈ നാളുകൾ തിരിച്ചറിയണം. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസിന്
പരിശുദ്ധാത്മാവിനുള്ള വെളിപ്പാടാണ് സഭയ്ക്ക് ലേഖനങ്ങളായി എഴുതിയത്. അത് സഭയെ ബലപ്പെടുത്തുക മാത്രമല്ല, കാലസമ്പൂർണതയിൽ വെളിപ്പെടുവാനിരിക്കുന്ന മണവാട്ടി സഭയ്ക്ക് അത് ബലവും ശക്തിയും ദൈവകൃപയുടെ വചനം വെളിപ്പെട്ടത് അവൻ മാളിക മുറിയിൽ ഇരുന്നപ്പോഴല്ല, കാരാഗ്രഹത്തിന്റെ ഇരുളിന്റെ അകത്ത് കിടന്നപ്പോൾ അവനിൽ വ്യാപരിച്ചൊരു ദൈവകൃപയുണ്ട്. അവൻ ജയിച്ചവനായി പുറത്തു വരുവാൻ ദൈവം അവനിൽ കൂടെ വെളിപ്പെടുത്തിയ ശബ്ദങ്ങൾ. God doesn't give us blessings in comfort. നമ്മൾ വിചാരിക്കും കർത്താവേ എന്നെ അനുഗ്രഹിക്കുന്നത് സുഖമായ കാലത്താണോ? അല്ല, പ്രതിസന്ധികളുടെ നടുവിലാണ് ദൈവം നമ്മളെ ബലവാനാക്കി തീർക്കുന്നത്. നീ ജയിച്ചവനായി പുറത്തു വരേണ്ടതിനാണ് നിന്നെ തീച്ചുളയെ കൂടെ ദൈവം നടത്തുന്നത്. നീ ചോദിക്കും കർത്താവേ എന്തുകൊണ്ട് എനിക്ക് ഈ അനുഭവം? ദൈവത്തിന്റെ വചനം പറയുന്നു നീ ജയിച്ചവനായി പുറത്തിറങ്ങണം. ആമേൻ. എല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമ്പോൾ ജയിച്ചവനാണെന്ന് പ്രഖ്യാപിക്കാൻ എളുപ്പമാണ്. പക്ഷെ തോറ്റവനായിരിക്കുമ്പോൾ, പരാജയപ്പെട്ടവനായിരിക്കുമ്പോൾ, എല്ലാവരുടെ മുമ്പിൽ മുട്ടുമടക്കിയ അവസ്ഥയായിരിക്കുമ്പോൾ നീ ജയിച്ചവനെ പുറത്തു വരേണ്ടതിന് നിന്റെ ബലത്തിൽ കഴിയത്തില്ല, ദൈവത്തിന്റെ ബലത്തിലേ കഴിയത്തുള്ളൂ. You are an overcomer in Christ Jesus. ജയിച്ചവനായി പുറത്തു വരണം. അന്ത്യകാലത്ത് ആമേൻ പലരും മുട്ടുമടക്കുന്നിടത്ത്, പലരും തോറ്റെടുത്ത്, പലരും പരാജയപ്പെട്ടെടുത്ത്, നീ പരാജയം കണ്ടിട്ടും, നീ തോൽവി അനുഭവിച്ചിട്ടും, നീ പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയിട്ടും അവരോട് കൂടെ ചേരാതെ നീ ജയിച്ചവനായി പുറത്തു വന്നെങ്കിൽ യു ആർ ആൻ ഓവർകമർ. പലരും തോറ്റെടുത്ത്, തോക്കാനല്ല എന്നെ നിന്നെയും ദൈവം വിളിച്ചത്. പലരും തോറ്റെടുത്ത്, പലരും പരാജയപ്പെട്ടെടുത്ത് ജയിച്ചവനെ പുറത്തു വരണം. നമ്മൾ പറയത്തില്ലേ, പറ്റുമെങ്കിൽ നിരങ്ങിയാണെങ്കിലും ഞാൻ പുറത്തു വരും. ആമേൻ, ഹല്ലേലൂയ. അവസാന ബലത്തോടെ ഞാൻ പുറത്തു വരും. അവസാന ശ്വാസമുണ്ടെങ്കിലും ഞാൻ പുറത്തു വരും. I am an overcomer. ഓ, രോഗം എന്നെ കെടുത്തുകയില്ല, പരാജയം എന്നെ തോൽപ്പിക്കത്തില്ല, ഓ ദോഷം എന്നെ തടയത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയിച്ചവനായി പുറത്തു വരും. You are an overcomer in Christ Jesus. ക്രിസ്തുവിലുള്ള നീതീകരണത്താൽ എന്നെ നീതീകരിച്ച കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരും. ചങ്ങലയ്ക്ക് എന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല, ആഭിചാരത്തിന് എന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല, രോഗത്തിന് എന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല. ഞാൻ ജയിച്ചവനാ, ഞാൻ ജയിച്ചവനാ. യേശുവിനെ ജയിച്ചവനായോടെ കൂടെ എന്റെ വസ്ത്രം വെണ്മയോടെ ഇരിക്കും. ആഹാ, എന്റെ വസ്ത്രം വെളുത്തു തന്നെ ഇരിക്കും. പലരും എന്നെ പലരും പറഞ്ഞ് എന്നെ പലതും ആക്കിയിട്ടുണ്ട്. പക്ഷെ യേശു പറയുന്നു, യേശുവിന്റെ വചനം പറയുന്നു, അവർ യോഗ്യന്മാരെയാൽ ആമേൻ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ അവർ നടക്കും. ഓ, ആര് നിന്നെ കറ തേൽപ്പാൻ നോക്കിയാല് ഓ നിന്റെ വെണ്മ പുറത്തു വരും യേശുവിന്റെ നാമത്തിൽ. ആര് നിനക്കെതിരെ അപശ്രുതി പറഞ്ഞാലും നീ വെള്ളയായി പുറത്തു വരും. He will make you white as snow. നിന്നെ കറപരട്ടുവാൻ, നിന്നെ പരാജയപ്പെടുത്തുവാൻ, നിന്നെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നീ വെണ്മയോടെ പുറത്തു വരും. He will make you white as snow. നിന്നെ കറപരട്ടാൻ നോക്കുന്നവനോട് നീ പറഞ്ഞാൽ മതി, യേശു എന്നെ വെണ്ണയാക്കിയെങ്കിൽ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവന്റെ അവകാശമായത്. ഓഹോ, the name of, if your name is written in the book of life, he will make you white. ആരൊക്കെ നിനക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ട്, യോസേപ്പെ നീ കാരാഗ്രഹത്തിൽ കിടന്നാലും കുഴപ്പമില്ല, നീ ഇരുട്ടിന്റെ അന്ധതമത്തിൽ കിടന്നാലും കുഴപ്പമില്ല, യേശു നിന്റെ വെണ്മയെ കാണിക്കത്തക്കവണ്ണം നീ പുറത്തു വരുന്ന സീസണാണ്. ഓ, ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ ഇന്ന് പ്രഭാതി ചെയ്യുന്നതിനാ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 20:12.
വെളിപ്പാട് പുസ്തകം 20:12. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. ആമേൻ. പുസ്തകങ്ങൾ തുറന്നു. പല പുസ്തകങ്ങളുണ്ട്. അതിനകത്ത് ഒരു പുസ്തകമാണ് ജീവന്റെ പുസ്തകം. സ്വർഗത്തിൽ പല പുസ്തകങ്ങളുണ്ട്. പക്ഷെ ജീവന്റെ പുസ്തകം എന്തുകൊണ്ടാ പറയുന്നത്? ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്ക്. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണമെന്ന് നമുക്കെല്ലാം കൃപ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അത് മാത്രമല്ല, നമ്മളൊരു സത്യം മനസ്സിലാക്കണം, അതിൽ നിലനിൽക്കേണ്ടത് നമ്മളുടെ ദൗത്യമാണ്. ആണോ? അതിൽ നിലനിൽക്കേണ്ട ദൗത്യം നമ്മുടേതാ. It is our soul and world responsibility that we do our best in Christ to remain in that life. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് അതിൽ നിലനിൽക്കുവാൻ. ആമേൻ. ഈ ഭൂമിയിൽ എന്ത് നേടിയാലും ഈ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടത്തില്ല. നീ ഏതൊക്കെ സ്ഥാനമാനം വഹിച്ചാലും ഈ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടത്തില്ല. നിന്റെ ഭൂമിയിൽ നിനക്ക് ഡോക്ടറേറ്റ് ഉണ്ട്, നീ ഡോക്ടർ എന്ന് പറഞ്ഞാലും ജീവപുസ്തകത്തിൽ ആ പേരെഴുതപ്പെടത്തില്ല. ജീവപുസ്തകത്തിൽ ഒരു പേര് എഴുതത്തുള്ളൂ, യേശുവിന് വേണ്ടി ജീവൻ ആമേൻ ഏൽപ്പിച്ചവന്റെ പേരവിടെ എഴുതും. ഈ ഭൂമിയിൽ നീ എത്ര വലിയ സിംഹാസനത്തിൽ ഇരുന്നാലും, രാജാവായിരിക്കട്ടെ, മന്ത്രിയായിരിക്കട്ടെ, പ്രധാനമന്ത്രിയാകട്ടെ, ആ പേരൊന്നും അവിടെ എഴുതത്തില്ല. പക്ഷെ നിന്റെ പേർ അവൻ എഴുതുന്ന ദൈവമാ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം. ഇല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതമല്ല. If you don't give your life for the book of life, you are not a Christian. നീ ക്രിസ്തുവിനുള്ളവനല്ല. ഈ ഭൂമിയിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാ ആമേൻ പ്രോപ്പഗാൻഡയും കാണിച്ചു കൂട്ടുന്ന എല്ലാ പബ്ലിസിറ്റികളും ദൈവത്തിനൊരു കാര്യമല്ല. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുമെങ്കിൽ നീ അവിടെ കാണും. Anything that you do will be weighed against you. നീ പറഞ്ഞ നിസാര വാക്കുപോലും ദൈവത്തിന് അറിയാം. പക്ഷെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ വില കൊടുത്തേ മതിയാകും. പറഞ്ഞാട്ടെ, വില കൊടുത്തേ മതിയാകും. അവൻ ആ പുസ്തകം ഒന്ന് തുറന്നു. എന്നിട്ട് ഓരോരുത്തന് അവനവന്റെ പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തോണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. ഒന്നുകൂടെ 13. ന്യായവിധി ഉണ്ടായി. 13. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി. സ്തോത്രം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരൊക്കെ നിത്യ തീപ്പൊയ്കയിൽ തള്ളിയിടപ്പെടും. Before God there is no petition. അവിടെ ചെന്ന് വക്കീലിനെ കണ്ട് പെറ്റീഷൻ കൊടുക്കാനൊന്നും പറ്റത്തില്ല. If your name is not written in the book of life, നിന്നെ നിത്യ തീപ്പൊയ്കയിൽ ദൈവം തള്ളിയിടും. നീ വിശുദ്ധനാണോ, രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, അതൊന്നും അവിടെ നോക്കത്തില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടോന്നാ. നീ കർത്താവിന് വേണ്ടി വില കൊടുക്കുന്നവനാണോ എന്നാ ദൈവം നോക്കത്തുള്ളൂ. Is Jesus more than anything in your life? ഏതിനേക്കാളും അധികം യേശുവിനെ സ്നേഹിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ കാണും. ഇന്ന് നമ്മുടെ പേര് ആ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുവാൻ കൃപ നൽകിയത് മാത്രമല്ല, അതിൽ നിലനിൽക്കുവാൻ തക്കവണ്ണമുള്ള പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകണം. അവിടെ എന്തോ പലയിടത്തും പറഞ്ഞത്, അവരവന്റെ പ്രവൃത്തികൾ കൂടാതെ അവരവരുടെ പ്രവൃത്തിക്കൊത്തവണ്ണം. നമ്മൾ ചിലർ ഈ കാലഘട്ടത്തിൽ പ്രസംഗിക്കുന്നേക്കാം, പ്രവൃത്തി വേണ്ട, വിശ്വാസം മതിയെന്ന്. സോറി, വെളിപ്പാട് പുസ്തകം എവിടെ വായിച്ചാലും ഒരു കാര്യമുണ്ട്, വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തിയും വേണം. വിശ്വാസത്താലുള്ള പ്രവൃത്തി വന്നേ മതിയാകൂ. ആമേൻ. നീ യേശുവിനെ അനുഗമിക്കുന്നെങ്കിൽ യേശുവിൻ്റെ സ്വഭാവമുള്ളവനായി തീരണം. യേശുവിനോട് കൂടെ ജീവിക്കുന്നെങ്കിൽ യേശുവിനെ പോലായി തീരാൻ താല്പര്യപ്പെടണം. ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കാൻ തയ്യാറാകണം. We are not here to make a business, but we are here in a short trip, short journey before we meet him in heaven.
ഈ ഭൂമിയിൽ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാനാ ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഈ ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് പ്രാപിപ്പാൻ, ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ നോക്കി, ആ വീണ്ടെടുക്കപ്പെട്ട യേശുവിനെ നോക്കി യാത്ര ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. യേശുവിനെ നോക്കി നമ്മൾ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. യേശുവിനെ നോക്കി നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നിന്റെ ഇടതും വലത്തും നിൽക്കുന്നവൻ നിന്നോടുകൂടെ ഇല്ലെങ്കിലും നീ യേശുവിനെ നോക്കി ജീവിച്ച ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുക മാത്രമല്ല, ജയിച്ചവനായി നീ പുറത്തു വരണം. ജയിച്ചവനായി പുറത്തു വരണം. ആരും നിനക്ക് നല്ലൊരു അടക്കം തന്നില്ലെങ്കിലും, നിനക്ക് നല്ലൊരു അടക്കം തന്നില്ലെങ്കിലും നിന്റെ ശവക്കുഴിക്കല്ല വില, ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടവനാ വിലയുള്ളത്. നീ വഴി കടന്ന് മരിച്ചു പോയാലും കുഴപ്പമില്ല, അവിടെ അല്ല നിനക്ക് വിലയുള്ളത്. ആ ശവക്കുഴിക്കല്ല വിലയുള്ളത്, ആ കല്ലറയ്ക്കല്ല വിലയുള്ളത്. നിന്റെ കല്ലറ ഡെക്കറേറ്റ് ചെയ്യാം, പക്ഷെ കല്ലറയ്ക്കല്ല വിലയുള്ളത്. നിനക്ക് എത്ര മനോഹരമായ ഒരു യാത്രയപ്പ് തരാം, അതിനല്ല വിലയുള്ളത്. അത് കൊടുക്കണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കർത്താവിന് വേണ്ടി വില കൊടുത്ത് ജീവിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ കർത്താവ് അവ മരിക്കുന്നതിന് മുന്നേ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചയക്കും. എന്റെ വിശുദ്ധന്റെ മരണം ശ്രേഷ്ഠമെന്നറിഞ്ഞ് ദൈവം ഇറങ്ങി വന്നവനെ ചേർക്കുവാൻ യേശു വരും. He will come by himself. എന്റെ യേശു തന്നെ ഇറങ്ങി വരും. വരത്തില്ലേ? നീ വഴി കെട്ട് പട്ടുപോകാൻ യേശു അനുവദിക്കത്തില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഉയർച്ചകൾക്ക് വേണ്ടിയും മഹത്വത്തിന് വേണ്ടി ഭൂമിയിലുള്ള നന്മകൾക്ക് വേണ്ടിയും ആമേൻ പല കാര്യങ്ങൾ ചെയ്യുന്നവർ പലരും ഈ ഭൂമിയിൽ കാണും. പക്ഷെ നീ അതിനോട് കൂടെ ഉള്ളവനല്ല എന്ന് നീ തിരിച്ചറിയണം. നീ അവനോട് കൂടെ നടക്കുമായിരിക്കും, അല്ലെങ്കിൽ അവൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമായിരിക്കും, പക്ഷെ അതൊന്നും നിന്നെ തൊടുകയില്ല. അവൻ നിന്നെ വേലി കെട്ടി സൂക്ഷിക്കുക മാത്രമല്ല, അവൻ കാഹളം ധ്വനിക്കുമ്പോൾ അവൻ കണ്ണുമയ്ക്ക് നേരെ രൂപാന്തരം പ്രാപിച്ച് ഓ പ്രിയനോട് ചേരുവാൻ അത്രേ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടത്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടത് അതിനു വേണ്ടിയാ. My and your name is written in the book of life. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടത് വേറൊന്നിനും വേണ്ടിയല്ല, കാഹളം ധ്വനിക്കുമ്പോൾ എടുക്കപ്പെടണം. എല്ലാവർക്കും ശിക്ഷാവിധിയുണ്ട്, പക്ഷെ നിനക്ക് ശിക്ഷാവിധി ഇല്ലാത്തത് എന്തുകൊണ്ടാ? നീ ഒന്ന് മരിച്ചതാ. അവിടെ എഴുതി രണ്ടാം മരണത്തിന് അവന് ഒരിക്കൽ മരിച്ചവനായോണ്ട് രണ്ടാം മരണത്തിന് അവൻ മേൽ അധികാരമില്ല. നീ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ മരിച്ച അനുഭവമാ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവൻ ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചവനാ. നീ ക്രിസ്തുവിനോട് കൂടെ മരിച്ചവനാ. നീ ഭൂമിയിൽ മരിച്ചവനാ. ആമേൻ. പിശാചിന്റെ ബുക്ക് ലിസ്റ്റിൽ നീ മരിച്ചവനാ. ഓ, മനസ്സിലായില്ല. പിശാചിന്റെ ഹിറ്റ് ലിസ്റ്റിൽ നീ മരിച്ചവനാ. നീ ഒന്ന് മരിച്ചു കഴിഞ്ഞതാ. ആമേൻ. ദൈവത്തിന്റെ പുസ്തകത്തിൽ നീ ആ ലിസ്റ്റ് വന്നത് എന്തുകൊണ്ടാ? നീ ഭൂമിയിൽ ഒരിക്കൽ മരിച്ചതാ. നീ യേശുവിനോട് കൂടെ മരിച്ചത്. ഒന്നും കൂടി അവിടെ കയറാം. യേശുവിനോട് കൂടെ മരിക്കുന്നില്ലെങ്കിൽ നീ ആരോട് കൂടെ മരിക്കും? ലോകത്തോട് കൂടെ മരിക്കും. ലോകത്തിന്റെ ഇമ്പങ്ങളോട് കൂടെ മരിക്കും. ലോകത്തിന്റെ വഴിയിൽ നീ മരിക്കും. ലോകത്തിന്റെ പ്രമാണത്തിൽ നീ മരിക്കും. ലോകത്തിന്റെ സ്ഥാനമാനങ്ങളിൽ നീ മരിക്കും. പക്ഷെ യേശുവിനോട് കൂടെ മരിച്ചാലോ, യു ആർ എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. നീ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാ. പഴയത് മാറിപ്പോയി. നീ ഒരു പുതിയ സൃഷ്ടിയാ. അപ്പോൾ ഹല്ലേലൂയ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരൊക്കെയും എവിടെ വീഴും? ആമേൻ. ഏവനെയും തീപ്പൊയ്യയിൽ തള്ളയിടപ്പെടും. വെളിപ്പാട് പുസ്തകം 3:5 ഒന്നോടെ വായിക്കാം. അവർ യോഗ്യന്മാരാകയാൽ ആമേൻ. അതെ, ആമേൻ. ഹല്ലേലൂയ. അവൻ ജയിച്ചവനാകിയാൽ അവന്റെ വസ്ത്രം വെണ്മയുള്ളതാ. Revelations 3:5 പ്ലീസ്. അവൻ സ്തോത്രം, അവൻ ജയിച്ചവനാകിയാൽ he that overcometh shall be clothed in white raiments. അവൻ വെള്ള വസ്ത്രം ധരിച്ചവനാ.
പക്ഷെ ഇങ്ങനെ വെള്ളവസ്ത്രം ധരിച്ച് ജയിച്ചവനെ വെള്ളവസ്ത്രത്തിൽ ദൈവം നിലനിർത്തുമ്പോൾ പറയുന്നു, I will not blot out his name out of the book of life, but I will confess his name before my Father and before his angels. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ ജയിച്ചവനായി വെള്ളവസ്ത്രം ധരിച്ചവനായി ഇവൻ പുറത്തു വരിക മാത്രമല്ല, ഇവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിലനിർത്തുന്ന ദൈവമാണ്. ആ ദൈവം പറയാം, ഞാൻ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ഇവന് വേണ്ടി സാക്ഷ്യം വഹിക്കും. Before our Father in heaven, യേശു സാക്ഷ്യം പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യെസ്, നമുക്ക് ഈ ഭൂമിയിൽ പലരും പല മാന്യതകൾ തരും അല്ലേ? ചിലടത്ത് ചെല്ലുമ്പോൾ നമ്മളെ പൊക്കി പൊക്കി എവിടെയെങ്കിലും കൊണ്ട് ഇടിപ്പിക്കും. ശ്രേഷ്ഠ റെവറൻഡ് എന്നൊക്കെ പറഞ്ഞങ്ങ് കയറ്റും. ശ്രേഷ്ഠനായ ദൈവദാസൻ അത് ചെയ്തു ഇത് ചെയ്തു. സ്വർഗത്തിൽ ചിലപ്പോൾ ഇതൊന്നും പറയത്തില്ല കേട്ടോ. ഒറ്റ പദമേ ഉള്ളൂ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പൻ പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. യേശു പറയും, നല്ല ദാസനെ. ഓ, വേറെ ഒന്നും കേൾക്കത്തില്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പം പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു പറയും, നല്ല ദാസനെ, കൂട്ടു സഹോദര, ആമേ, നീ വാ, നിന്റെ സ്വസ്ഥതയിലേക്ക് നീ പ്രവേശിക്കുക. നീ അധ്വാനിച്ചതിനും വില കൊടുത്തതിനും നീ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ചതിനും നീ എനിക്ക് വേണ്ടി അവസാനം വരെ നിന്നതിനും നിന്റെ അവസാന ശ്വാസം വരെ നീ എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചവനുമാകയാൽ, നീ വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി വില കൊടുത്തവനാകയാൽ, നീ വചനത്തെ വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും തിരിയാതെ നീ എന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നടന്നവനാണ്. നിന്നെ ഞാൻ ഇവിടെ കൈവിടത്തില്ല. നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുക മാത്രമല്ല, നിന്നെ അപ്പന്റെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. To have the name written in the book of life. Not only that, he will confess before the Father and the angels. അപ്പന്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും സാക്ഷ്യപ്പെടുത്തും, നിർത്തും അല്ലേ? ഇന്ന് അച്ഛന അമ്മയെ നിർത്തിയ പോലെ നമ്മളെ കൊണ്ടൊന്ന് നിർത്തിയിട്ട് പറയും, ഓ ഹല്ലേലൂയ. അത് ഓർത്തൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആഹാ, ആ വിശുദ്ധ ഗണത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അപ്പൻ പറയും, യേശു പറയും, ഇവൻ വിശ്വസ്തനായിരുന്നെന്ന്. ആമേൻ. അപ്പൻ വിളിച്ചു പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന്. ഓ, ദൂതന്മാർ സാക്ഷി നിർത്തി ദൈവം നിന്നെ മാനിക്കുന്ന ദിവസം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനു വേണ്ടിയാ വിശുദ്ധ ജീവിതം നയിക്കുന്നത്. ഇതിനു വേണ്ടിയാ ഈ വചനം പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇതിനു വേണ്ടിയാ യേശുവിനെ കൈക്കൊണ്ടത്. അല്ലാതെ വല്ല നന്മ കിട്ടുമെന്ന് വിചാരിച്ചല്ല, സ്തോത്രത്തിനല്ല, ഹല്ലേലൂയ, ഒരു വിടുതലിനുമല്ല യേശുവിനെ അനുഗമിച്ചത് ഈ നിത്യജീവൻ അവകാശമാക്കേണ്ടതിനാ. ബാക്കിയൊക്കെ ചപ്പും ചവറുമാ. If you think anything is greater than eternal life, you are fallen. നീ നിത്യജീവനേക്കാൾ അധികം എന്തിനെ സ്നേഹിച്ചാൽ നീ വീണിരിക്കുന്നു. നീ മടങ്ങി വരിക. Come before the throne of grace. കൃപാസനത്തിലേക്ക് അടുത്തു വന്ന് കൃപ പ്രാപിപ്പാൻ ഇന്ന് നമുക്ക് അവസരമുണ്ട്. എന്തിനാ? ഈ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം. ആ പേര് നിലനിൽക്കണം. ജയിച്ചവനെ പുറത്തു വരണം. വെള്ള സിംഹാസനത്തിന് അടുത്ത് ചെല്ലുമ്പോൾ നിന്റെ വസ്ത്രം വെണ്മയുള്ളതായി തീരണം. That is your calling. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ആമേൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. പഴയ നിയമ വിശുദ്ധന്മാർക്ക് കിട്ടാത്ത അവകാശമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഓ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പ്രസംഗിക്കും, മോശയെ കുറിച്ച് പ്രസംഗിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവര് പറയും, നീ ഇല്ലാതെ എനിക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റത്തില്ല. എന്താ? പഴയ നിയമ വിശുദ്ധന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനാരാ? സ്നാപയോഹന. അവനേക്കാളും നമ്മൾ ഏറ്റവും ശ്രേഷ്ഠരെന്ന് കർത്താവ് തന്നെ സാക്ഷ്യം പറഞ്ഞിരിക്കുമ്പോൾ they are waiting for us. നമ്മൾ ഇത്രമാത്രം ശ്രേഷ്ഠമേറിയ ഒരു ജനമാ. ആമേൻ. വിശുദ്ധ ജനമാ. കർത്താവിന്റെ മണവാട്ടി സഭയാ. നമ്മുടെ സ്ഥാനം സ്വർഗത്തിൽ വലുതാ.
അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, ഒരു ആമേൻ ഹല്ലേലൂയ, ഒരുവൻ രക്ഷ പ്രാപിച്ചാൽ സ്വർഗ്ഗം സന്തോഷിക്കുമെന്ന്. When one comes to God, heaven rejoices. എന്തുകൊണ്ടാ? അവനുള്ള സ്ഥാനമാനം അത്ര വലുതാ. ആമേൻ. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിശുദ്ധിക്കകത്തേക്ക്. വെളിപ്പാട് പുസ്തകം 21:27. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. എങ്ങനെയുള്ളവരാ? യാതൊരു മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവർ ആരും അതിൽ കടക്കയില്ല. ആരും കടക്കത്തില്ല. ഒന്ന് പറഞ്ഞാട്ടെ, ആരും. ഈ അശുദ്ധമായി ജീവിക്കുന്നവരാരും അവിടെ കടക്കത്തില്ല. ഞാൻ അതുകൊണ്ട് ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞത്, ലെറ്റ്സ് ഹാവ് എ ഗുഡ് കോൺഷ്യസ്നെസ്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ നല്ല മനസാക്ഷിയുള്ളവരായി ജീവിച്ചാൽ മതിയാകും. ലെറ്റ് അവർ കോൺഷ്യസ്നെസ് ബി അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം അനുസരിച്ച് നമ്മൾ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കണം, അല്ലേ? ഈ നമ്മൾ പറയത്തില്ല, എല്ലാവരും ചെയ്യുന്നത് എല്ലാം ശരിയാണെന്ന് എല്ലാവരും അങ്ങ് പ്രസംഗിക്കുന്നവരാ. പക്ഷേ നമ്മളുടെ അളവ് നൂല് എവിടാ? വചനത്തിനകത്താ. ദിസ് ഈസ് അവർ സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിശുദ്ധ ജീവിതം നടക്കുന്നില്ലെന്നുള്ളത് മനസ്സിലാക്കണം. We have to live our standard according to the word of God. ദൈവവചനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, അവിടെ എന്താ പറഞ്ഞത്? ആമേൻ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ. ഹല്ലേലൂയ. വെളിപ്പാട് നമ്മൾ സങ്കീർത്തനം ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 69:28. അവിടെയുണ്ട് ജീവപുസ്തകം. അതുകൊണ്ടാണ് ഞാൻ ആ റെഫറൻസ് എടുക്കുന്നത്. സങ്കീർത്തനം 69:28. ഇപ്പൊ പുതിയ നിയമത്തിൽ മാത്രമല്ല, വെളിപ്പാടുള്ളവൻ എഴുതും. വെളിപ്പാടുള്ളവൻ, ഒന്ന് പറഞ്ഞാട്ടെ, വെളിപ്പാടുള്ളവന് എഴുതും. എന്താ? ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരുടെ കൂടെ അവരെ. സങ്കീർത്തനക്കാരൻ പറഞ്ഞ, ദൈവമേ, പ്രാർത്ഥന ശരിയാ, പക്ഷെ കർത്താവ് മറുപടി കൊടുക്കട്ടെ. ദൈവം എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി യേശു വന്നത്. ആമേൻ. പക്ഷെ ദൈവം പറയുന്നു, നമുക്ക് ജയിച്ചവനെ പുറത്തു വരണം. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാനൊരു ദൂതാ ഏൽപ്പിക്കുന്നത്. നീ ജയിച്ചവനായി മടങ്ങി പോകട്ടേത്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ നമുക്ക് കൃപ നൽകി. ആമേൻ. നമ്മളുടെ സമയം നമ്മൾ എന്തിന് സ്തോത്രം പറയുന്നോ അതൊക്കെ ഏതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ബിക്കോസ് സമയം ആ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുക. ആമേൻ. ദൈവത്തിനുള്ളതും ദൈവത്തിനില്ലാത്തതും നമ്മി വേർതിരിപ്പാൻ കഴിയാതെ വണ്ണം ആ ഒരു മൂടിപ്പ് വന്ന് കിടക്കുന്ന ഈ ലോകത്ത്, ഹല്ലേലൂയ, നീ ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ വേർപാടോടെ. നമ്മൾ പറയല്ലേ, പ്രാർത്ഥിക്കാൻ ഒരു യോഗമുണ്ടെങ്കിൽ ഒറ്റ മനുഷ്യൻ വരത്തില്ല. വിടുതലിന്റെ ഒരു യോഗമുണ്ടെങ്കിൽ അവിടെ എല്ലാവരും എത്തും. കർത്താവുള്ള സമയത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ ദൈവസന്നിധിയിൽ മനസ്സിലാക്കണം, വിടുതൽ തരുന്നത് ദൈവമാ. പക്ഷെ വിടുതൽ തന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. ജയിച്ചവനെ സ്വർഗത്തിൽ ചെല്ലത്തുള്ളൂ. ആമേൻ. നമ്മൾ അങ്ങനെ വിടുതൽ അനുഭവിക്കാൻ പോയ സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മളല്ല ഇവിടെ വന്നത്, വാസ്തവം. പക്ഷെ ഇന്ന് നമ്മളോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, വിടുതൽ അനുഭവിച്ച് കൃപയിൽ വന്ന ജനം എങ്ങനെ നിൽക്കണം? ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവൻ ജയിച്ചവനെ പുറത്തു വരണം. അവന്റെ വസ്ത്രം വെണ്മയുള്ളതായി തീരണം. അവൻ അപ്പനോടും യേശുവുമായിട്ട് എന്തോ വേണം? പരിശുദ്ധാത്മാവുമായിട്ട് എന്തോ വേണം? ബന്ധം വേണം. ഇതെല്ലാം എവിടെ കിടക്കുന്നത്? കർത്താവ് പത്രോസിനോട് പറഞ്ഞതുപോലെ, ഞാൻ നിനക്ക് അധികാരത്തിന്റെ താക്കോൽ തരിക. എന്താ? ചിലതൊക്കെ തുറക്കേണ്ടതിന്. ആമേൻ. നന്മ മാത്രമല്ല തുറക്കേണ്ടത്, സ്വർഗത്തിലെ കവാടം നമുക്ക് വേണ്ടി തുറക്കണം. ആമേൻ. സ്വർഗത്തിന്റെ കവാടം നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന ആ കൃപാസനത്തിലേക്ക് എത്തിച്ചെന്ന് കൃപ പ്രാപിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കകത്ത് നിന്നുകൊണ്ട് ഇന്ന് പറയണം, ഹല്ലേലൂയ, ഞാൻ ആ വാതിലാ തുറക്കുന്നതെന്ന്. ഏത് വാതിൽ നമ്മുടെ മുമ്പിൽ അടഞ്ഞാലും ആ വാതിൽ അടയപ്പെടത്തില്ല. ആമേനാണോ അല്ലയോ?
സ്തോത്രം. ഏത് വാതിലും മനുഷ്യൻ അടയ്ക്കട്ടെ, ഏത് വിടുതലിന്റെ വാതിലും അടഞ്ഞിരിക്കട്ടെ, പക്ഷെ യേശുവിലേക്കുള്ള വാതിൽ ദൈവം ഒരിക്കലും അടയ്ക്കത്തില്ല. തൻ്റെ ആടുകളുടെ ശബ്ദം കേൾക്കുന്ന ദൈവം. ഇടയന് തൻ്റെ ആടുകളുടെ ശബ്ദം തിരിച്ചറിയുന്നു. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുകയും ദൈവകൃപയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ജനത്തിന് അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തം കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്തതാകയാൽ 1 യോഹന്നാൻ 5:4-5 വാക്യം. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ഒരു 5 മിനിറ്റ് എന്നോട് കൂടെ ഇവിടെ നിൽക്കണം, ഇത് തീർക്കണം. ഇവിടെ വെച്ച് നിർത്താൻ പറ്റത്തില്ല. സ്തോത്രം. എങ്ങനെയാ ജയിക്കുന്നത്? വിശ്വാസത്താൽ. എന്നോട് കൂടെ ഇല്ലേ ആരും? സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അടുത്തത്, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? അപ്പോൾ യേശുവിനെ വിശ്വസിപ്പാൻ ജീവിത അവസാന ശ്വാസം വരെ യേശുവിൽ വിശ്വസിച്ച് ജയിച്ച് പുറത്തു വരുന്നവൻ എന്ത് ചെയ്യും? യോഹന്നാൻ 16:33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ ജയിച്ചവനായി പുറത്തു വരണം. എങ്ങനാ? വിശ്വാസത്താൽ. ചിലതൊക്കെ ആമേൻ അവകാശം പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നതിനാ സ്തോത്രം. അപ്പോൾ ജയിച്ചവന് കൊടുക്കുന്ന 4 അവകാശങ്ങൾ ഞാൻ പെട്ടെന്ന് ഓടിക്കാം. സ്തോത്രം. 1, വെളിപ്പാട് പുസ്തകം 21:7 അവൻ നിനക്ക് ഇൻഹെറിറ്റൻസ്, അവൻ നിനക്ക് അവകാശം തരും. 1, സ്വർഗത്തിൽ അവൻ നിനക്ക് അവകാശം തരും. 2, ആമേൻ, അവൻ നിനക്ക് അധികാരം തരും. എവിടാ? യേശു ക്രിസ്തുവിനോട് ഇരിപ്പാൻ നിനക്ക് അധികാരം തരും. 1, ആമേൻ. റെഫറൻസ് എഴുതണമെങ്കിൽ എഴുതിക്കോ. വെളിപ്പാട് പുസ്തകം 21:7 നിനക്ക് ദൈവം തരും, അവകാശം തരും. ഒന്ന് ഡിസ്പ്ലേ ചെയ്തേക്ക്. 21:7 വായിച്ചോ. ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവം കൊടുക്കുന്ന ആദ്യത്തെ അവകാശമാണ് ദൈവത്തിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശം. ആ അനുഭവത്തിനായി സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. മകനെന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശം ജയിച്ചവന് ദൈവം കൊടുക്കും. 2, വെളിപ്പാട് പുസ്തകം 3:21 എന്നോട് കൂടി ഇരിപ്പാൻ. എവിടെ ഇരിക്കാനാ? സിംഹാസനത്തിൽ ഇരിപ്പാൻ. എന്താണ്? ഞാൻ ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടി എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ചു. ആമേൻ. എൻ്റെ പിതാവിനോട് കൂടി അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് തന്നെ ജയിക്കുന്നതിന് കൊടുക്കുന്ന 2ാമത്തെ അവകാശമാണ്. സിംഹാസനത്തിൽ അവനോട് കൂടി ഇരിക്കാൻ കൃപ തരും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്തേ മതിയാകും. 1, അവൻ അവകാശം തരുന്നു, മകനെന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശം. 2, പിതാവിനോട് കൂടെ സിംഹാസനത്തിൽ അവനോട് കൂടി ഇരിക്കുവാനുള്ള അവകാശം. 3, വെളിപ്പാട് പുസ്തകം 2:7 വെളിപ്പാട് പുസ്തകം 2:7 ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ആമേൻ. ഏദൻ തോട്ടത്തിൽ തിന്നാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതിനെ തരുന്ന ദൈവം. ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്നാൻ ദൈവം നിനക്ക് അവകാശം തരുന്ന ദൈവം. ഹല്ലേലൂയ. 1, ആ മകൻ എന്ന് വിളിക്കപ്പെടുവാനുള്ള അവകാശം. 2, ആ പിതാവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള അവകാശം. 3, ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് തിന്മാനുള്ള അവകാശം. 4, വെളിപ്പാട് പുസ്തകം 3:5 ആമേൻ. ഹല്ലേലൂയ. 2ാമത്തെ മരണത്തിന് അവൻ മേൽ അവകാശമില്ലാതെ വണ്ണം ദൈവം എവിടെ കൊണ്ടുവന്ന് ഇരുത്തും? ദൈവത്തിന്റെ ഉത്സവ വസ്ത്രം ധരിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനായി നിലനിൽക്കും. ജയിച്ചവനുള്ള 4ാമത്തെ അവകാശം. ഇത് ഭൂമിയിലുള്ള അവകാശമല്ല, വരുവാനിരിക്കുന്ന ആകാശവും ഭൂമിയിലുള്ള അവകാശം. നിത്യതയിൽ അവനോട് കൂടെ ചേർക്കപ്പെടുന്ന ജനത്തിനുള്ള അവകാശം. എന്നാ 1,
അവൻ്റെ മകൻ, പിതാവിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന അവകാശം. 2, സിംഹാസനത്തിൽ ദൈവത്തോടു കൂടെ ഇരിപ്പാനുള്ള അവകാശം. ഹല്ലേലൂയ. 3, ഹല്ലേലൂയ, നിത്യജീവന്റെ, അവൻ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിപ്പാൻ എന്ന് വെച്ചാൽ നിത്യജീവന്റെ അവകാശം. 4, ഹല്ലേലൂയ, വെള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന യേശുവിനോട് കൂടെ അവനെ പോലെ വെള്ള ധരിച്ചും ആ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനും രണ്ടാമത്തെ മരണത്തിന് നമ്മൾ മേൽ അവകാശമില്ലാത്തവനായി നമ്മളെ ദൈവം നിലനിർത്തുന്ന അവകാശം. ഓഹോ, ബാക്കിയെല്ലാം ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകേണ്ടി വരും. നീ പണിതത് ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകേണ്ടി വരും. നിനക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ നീ ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകേണ്ടി വരും. പക്ഷെ നീ എന്നെ ചേർക്കുവാൻ ഒരു യേശു ഉണ്ടെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ നന്ദി പറഞ്ഞാട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട് ജയിച്ചവനായി പുറത്തു വരുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ശ്രേഷ്ഠമേറിയൊരു അവകാശം. ഒരു ലെവലും കൂടി ഞാൻ ഇറക്കി പറയാം. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുകയാണ് അല്ലേ? നമുക്ക് വേണ്ടി ഏക മധ്യസ്ഥനായിരിക്കുക. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ യേശു അവിടെ നിന്ന് ഇറങ്ങി വന്ന് എവിടെ വരും? ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്കും ഇറങ്ങി വരും. മധ്യ ആകാശത്തിൽ വെളിപ്പെടുന്ന യേശുവുണ്ട്. അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് കർത്താവ് ഈ ഭൂമിയെ നശിപ്പിച്ച് കഴിയുമ്പോൾ കർത്താവ് എവിടെ കയറും? പുതിയ ആകാശവും പുതിയ ഭൂമിയിലേക്ക് കയറും. അവിടെ നമ്മൾ അവനോട് കൂടെ നിത്യമായി വസിക്കുന്നവരായി തീരും. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നീ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവൻ, വിളിക്കപ്പെട്ടവൻ, അവൻ ഉയർപ്പ് പ്രാപിച്ചവൻ, ഈ 1000 ആണ്ട് വാഴ്ചയിൽ അവൻ എങ്ങനെ വാഴുന്നത്? അവൻ രാജാവിനെ പോലെ വാഴും. ഇതൊന്നും പറയാനുള്ള സമയവും സാഹചര്യമൊന്നും ഇല്ലെന്ന്. ഹല്ലേലൂയ. അവൻ രാജാവിനെ പോലെ വാഴും. ഹല്ലേലൂയ. നീ എവിടെ വിശ്വസ്ത ആചരിച്ചോ ആ ദേശത്തെ രാജാവായി ദൈവം നിന്നെ വാഴുവാൻ ഇടയാക്കും. ആമേൻ. തിയോളജിയൻസ് പറയുന്നത് യു വിൽ ട്രാവൽ ഇൻ സ്പേസ് അല്ലേ? നീ ഗാലക്സികൾ പറന്ന് നടക്കും എന്ന് പറഞ്ഞാൽ നീ ഇതിന്മേലെല്ലാം വാഴുവാനാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ രാജാതി രാജാവാണെങ്കിൽ നമ്മൾ രാജാവാ. ആമേൻ, സ്തോത്രം. ചിലപ്പം നമ്മളുടെ പേരിൽ ജൂപ്പിറ്ററിനെ എഴുതി തരും, ചില സ്റ്റാർസിനെ എഴുതി തന്നിട്ട് ഇതിന്മേൽ വാഴാൻ പറയും. ബിക്കോസ് യു ആർ കിങ് ആൻഡ് ഹീസ് കിങ് ഓഫ് കിങ്സ്, ഹീസ് ലോർഡ് ഓഫ് ലോർഡ്സ്. നീ സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ മകനാണ്. ഈ അവകാശം പറഞ്ഞാൽ മാത്രം പോരാ, അത് വെളിപ്പാടിനകത്ത് കയറണം. അതുകൊണ്ടാണ് ഞാനിതൊന്ന് പറഞ്ഞത്. ആദ്യത്തെ അവകാശം എന്താ? അവൻ്റെ മകനാ. 2, പിതാവിനോട് കൂടി യേശുവിനോട് കൂടി സിംഹാസനത്തിൽ ഇരിക്കുന്നവനാ. നമ്മൾ ആ സ്ഥാനം നമുക്ക് തരുമ്പോൾ യു ഹാവ് എ ബിഗർ റെസ്പോൺസിബിലിറ്റി. നിന്റെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വലുതാ. സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠമായിരിക്കെ. കർത്താവേ, ഈ അല്പകാലത്തിലെ കഷ്ടം സാരമില്ലെന്ന് ആരെണ്ണി? പൗലോസ് ഈ വെളിപ്പാട് കണ്ടപ്പോൾ പൗലോസ് പറഞ്ഞു, ഈ അല്പകാലത്തിലെ കഷ്ടം ഞാൻ സാരമില്ലെന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ഈ ഇത്ര വലിയ ഘനമേറിയ വാഗ്ദത്തം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഈ കഷ്ടം വലിയ വിഷയമല്ല, കാരാഗ്രഹം വലിയ വിഷയമല്ല, ഈ ചങ്ങല വലിയ വിഷയമല്ല, ഈ ദാരിദ്ര്യം വലിയ വിഷയമല്ല, ഈ നഗ്നത വലിയ വിഷയമല്ല. ഞാൻ കണ്ട വെളിപ്പാടിന് ഞാൻ വിശ്വസ്തനാണ്. അപ്പൊ ഏതിനേക്കാളും അധികം എന്താ പ്രാപിക്കണം? വെളിപ്പാട് പ്രാപിക്കണം. സ്വർഗാദി സ്വർഗത്തെക്കുറിച്ച്, വരുവാനിരിക്കുന്നതിനെ കുറിച്ച് വെളിപ്പാടുള്ളവനാകയാൽ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ കൃപ നൽകിയതിനാൽ കർത്താവെ, ഞങ്ങൾ ജയിച്ചവരായി പുറത്തു വരണം, ജീവനുള്ളവരായി പുറത്തു വരണം. കർത്താവെ, വെള്ള ധരിച്ചവരായി പുറത്തു വരണം, അവകാശമുള്ളവരായി പുറത്തു വരണം. പരിശുദ്ധാത്മാവെ, സഭയും ജനത്തെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനാ സ്തോത്രം. കരങ്ങളെ അടിച്ച് കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സകല നാമത്തെക്കാളും മേലായ നാമമായ യേശുവിൻ നാമത്താൽ കാഹളം ധ്വനിക്കുമ്പോൾ കണ്ണുമയ്ക്ക് നേരെ രൂപാന്തരം പ്രാപിച്ച് മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും അവനോട് ചേർക്കപ്പെടുവാൻ കർത്താവിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ശ്രേഷ്ഠമെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ.